ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ ബോത്ത് മെൻ ആൻഡ് വുമൺ ഉള്ള പ്രശ്നമാണ് ഹെയർ ഫോളോ, ഡാൻഡ്രഫ്, അങ്ങനെ ഹെയർ റിലേറ്റഡ് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഒരു 4 മന്തിന് മുന്നേ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹെയർ ഗ്രോത്ത് ഭയങ്കര ലോയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതുപോലെ തന്നെ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈയുമാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് എന്താണ് എൻ്റെ പ്രശ്നം, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്ത് ലേഖ ആയുർവേദിക് ക്ലിനിക്കിലാണ്. അപ്പോൾ നമുക്കിവിടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ ഹെയർ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ സൗമ്യയാണ്. എൻ്റെ ഹെയറിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡോക്ടറോട് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ അഞ്ജനയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഡോക്ടർ, എൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഹെയർ ഫോളാണ്. ഭയങ്കര ഹെയർ ഫോളാണ്. ഇപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മന്ത് ആയി കാണും. അതിനുശേഷം ഹെയർ ഗ്രോത്തേ ഇല്ല. ഞാൻ അപ്പോൾ ഒരു സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഹെയർ ഗ്രോത്തേ ഇല്ല. ഭയങ്കര ഡ്രൈ ആണ് ഹെയർ. അതുപോലെ തന്നെ നല്ല ഡാൻഡ്രഫും ഉണ്ട്. നല്ല ഇതായിട്ട് വരും. ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഒരു മസാജും കൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു പാക്കും കൂടെ ഇടാം. ഒരു പ്രോട്ടീൻ പാക്കാണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിനും ഹെയർ ഡാൻഡ്രഫ് കുറയാനൊക്കെ ആയിട്ട് അത് ഉപയോഗപ്പെടും. അപ്പോൾ നമുക്കത് ചെയ്യാം. എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മുടി ഒഴിച്ചിലാണ് എൻ്റെ മെയിൻ ഇഷ്യൂ. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആണ് ഹെയർ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ജസ്റ്റ് അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കും, വെള്ളത്തിൻ്റെ കുഴപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻടേക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കുന്നു, വെള്ളം കുടിക്കാത്തത് കൊണ്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. നന്നായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പരിഹരിക്കാവുന്നതാണ്. അല്ല വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താൽ മതി. എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓയിലാണ്. അതിൽ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ ആ കോക്കനട്ട് ഓയിൽ മിക്സിൽ തന്നെ നമ്മൾ വരുന്ന മെഡിസിൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോട്ടീൻ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ആയുർവേദത്തിൽ വരുന്നിട്ടുള്ള പൊടികളും അതിൻ്റെ പാക്കുകളൊക്കെ ആയിട്ടാണ് ഹെഡിക്ക് തേച്ച് തരുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഹെഡ് മസാജാണ്. ഈ ഹെഡ് മസാജിൽ എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഓരോ പേഷ്യൻസിനും ഓരോ രീതിയിലായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നീതുവിനിപ്പം പറ്റുന്നത് ആ ഒരു ഓയിൽ, ആ ഒരു ടൈപ്പ് ഓഫ് ഓയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അത് വെച്ച് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് വരും. ഈ മസാജിൽ നമ്മൾ മർമ്മ പോയിൻറ്റ്സും കൂടി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് യൂഷ്വലി ഉള്ള പാർലറിൽ പോലെയുള്ള മസാജല്ല, കുറച്ചും കൂടി മർമ്മ പോയിൻറ്റ്സും കൂടി കവർ ചെയ്തിട്ടുള്ള മസാജും കാര്യങ്ങളായിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൊണ്ട് ഇത് എൻഡ് ചെയ്യുമോ, എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു മന്ത്ലി ഒരു 3 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് എങ്കിലും ചെയ്യണം. പിന്നെ ഇതൊന്ന് സ്റ്റേബിളായി ഹെയർ ഫോൾ ഒന്ന് കുറയുമ്പോൾ പിന്നെ നമുക്ക് മന്ത്ലി വൺസ് എടുക്കാനും മതി. അപ്പോഴേ അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഈ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാമോ? വേണ്ട, ഇന്നത്തേക്ക് ഒന്നും ചെയ്യണ്ട. ഇനി 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാമ്പൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നാളെ ഹെയർ വാഷ് ചെയ്യുക? വേണ്ട, ഹെയർ വാഷ് ചെയ്യാം, ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ടെന്നേ ഉള്ളൂ. ഒരു 2 ഡേയ്സിന് ശേഷം ഷാമ്പൂ യൂസ് ചെയ്യാം. അപ്പോഴേ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഹെയറിന് കിട്ടുമ്പോൾ ഹെയർ ഫോളിനും ഡാൻഡ്രഫും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇനി ഹെയർ സ്പാ അല്ലാതെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? യൂഷ്വലി അതിനെക്കാട്ടും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും ഇവിടെ വന്ന് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം 100% നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. അതെല്ലാം നമ്മളായിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ആ പ്രോഡക്റ്റ്സ് ആണ് നീതുവിനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെയർ ഓയിലിംഗ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അവിടെ തന്നെ അവർ ചെയ്യുന്ന ഓയിലാണ്. ഡോക്ടർ പറഞ്ഞു ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഹെർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെയറിന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഹെയറിൽ നല്ലപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ റൂട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഓരോ സ്റ്റാൻഡായിട്ട് എടുത്ത് അവിടെ എല്ലാം ഹെയർ നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ മസാജ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മസാജ് നല്ല മസാജായിരുന്നു. ഞാൻ ഹെയർ സ്പായൊക്കെ ചെയ്തിട്ടുണ്ട്.
ബട്ട് എനിക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ മസാജ് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓയിൽ ഹെയറിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നത്. എല്ലായിടത്തും, അതായത് നമ്മുടെ ഹെഡിലെ എല്ലാ സ്ഥലത്തും ഓയിൽ എത്താനായിട്ട് നോക്കണുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മസാജ് സെക്ഷനാണ്. നല്ല അടിപൊളിയായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വന്നു മസാജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അത്രയ്ക്ക് നല്ല മസാജിങ് ആയിരുന്നു. പിന്നെ ഡോക്ടർ എടുത്തു പറഞ്ഞിട്ടുണ്ട് മസാജിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ലോസ് തടയാനായിട്ട് മസാജിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ വീക്ക്ലി ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ മസാജ് ചെയ്യണമെങ്കിൽ അതിന് ഓരോ രീതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ പണ്ടത്തെ ഹെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മൂത്തും നല്ല ഇതായിരുന്നു. എല്ലാവരും ഇങ്ങനെ പൊക്കി പറയുമായിരുന്നു അടിപൊളിയായിട്ടാണ് മുടി. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്ത് എനിക്കറിയത്തില്ല എന്ത് പറ്റിയെന്ന്, ഭയങ്കര ഡ്രൈ ആയി. ഹെയർ ഫോളും ഇപ്പോൾ രാവിലെ ഇങ്ങനെ കുളിക്കാനൊക്കെ എടുക്കുമ്പോൾ ഒരു കുട്ടയ്ക്ക് മുടിയാണ് വരുന്നത്. അത്രയ്ക്ക് ഹെയർ ഫോളാണ്. അങ്ങനെ ഹെയർ മസാജ് കഴിഞ്ഞു. ഹെയർ മസാജ് കഴിഞ്ഞതിന് ശേഷം ഹെയർ ടൈ ചെയ്ത് വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഹെയർ പാക്കാണ്. ഹെയർ പാക്കിനായിട്ട് അവർ യൂസ് ചെയ്തേക്കുന്നത് അവർ തന്നെ ചെയ്ത ഒരു ഹെയർ പാക്ക് പൗഡറാണ്. നല്ല മണമായിരുന്നു കേട്ടോ, നല്ല മണം, ഒരു ആയുർവേദിക് സ്മെല്ല്, നല്ല മണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഓരോ സ്റ്റാൻഡായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൽ കുറച്ച് നേരം ഈ ഓയിലിങ് ഇട്ടേക്കും കേട്ടോ തലയിൽ. അതിന് ശേഷമാണ് ഈ പാക്ക് ഇടുന്നത്. നല്ല കൂളിംഗ് എഫക്റ്റാണ്. ഭയങ്കര ഒരു കാമായിട്ട് എനിക്ക് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ആ ഒരു പാക്ക് ഇട്ട സമയത്ത്. ഭയങ്കര ഒരു കൂളിംഗ് ആയിരുന്നു ഹെഡിന്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഹെയർ കെയർ മാത്രമല്ല ഉള്ളത്, ഫുൾ ബോഡി കെയർ ഉണ്ട്. പിന്നെ ആയുർവേദിക് ഫേഷ്യലുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്ന് ആയുർവേദിക് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പ്രസവ രക്ഷാ ട്രീറ്റ്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഹെയർ കെയറിനാണെങ്കിൽ തന്നെ ഹെർബ്സ് ആണ് കൂടുതലും അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമുക്കങ്ങനെ ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു എഫക്റ്റും ഇവിടെ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ യോഗ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർ എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഫാർമസി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫേസ് പാക്ക് എനിക്കെപ്പോഴും ഫേസ് പാക്ക് എന്നേ വരത്തുള്ളൂ. ഹെയർ മാസ്ക് ഇട്ടതിന് ശേഷം കുറച്ച് നേരം വെച്ചേക്കണം. അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി കുറച്ച് സമയം, ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് കഴുകി. അതിന് ശേഷമുള്ളതാണ്. ഒരു ഓയിൽനെസ് കാണും, 2 ഡേയ്സ് കാണും. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ കുളിക്കണ്ട. ബട്ട് എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് തോന്നിയത് ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ. ആൻഡ് ഇത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. സാഫ്രോൺ ജെല്ലുണ്ട്, അലോവേറ ജെല്ലുണ്ട്. പിന്നെ അവിടെ ഫാർമസി അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.